അസ്സലാമു അലൈക്കും. ഹിജാബി ഹാങ്ങൗട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില മാനസിക പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാകും. ആ ഉദ്ദേശങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ നിയ്യത്ത് ചെയ്യാറുണ്ട്. എന്നാൽ ചില ആളുകൾ അതൊന്നും നോക്കാറില്ല. ആ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. അത് അള്ളാഹുവിൽ നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ആ ഉദ്ദേശം തീർച്ചയായിട്ടും നടക്കും. നിയ്യത്ത് ഉദ്ദേശിക്കുക, കരുതുക എന്നീ ആശയമുള്ള പദമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ കർമ്മങ്ങളുടെയും സ്വീകാര്യത നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിശ്ചയം കർമ്മങ്ങളെല്ലാം നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും അവർ ഉദ്ദേശിച്ചത് ഉണ്ടായിരിക്കും. എത്ര കൊച്ചു കാര്യങ്ങളാണ് ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുതായിത്തീരുന്നത്. അപ്രകാരം തന്നെ എത്ര വലിയ കാര്യമാണ് ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്സാരമായി തീരുന്നത്. നിശ്ചയം നിൻ്റെ ഉദ്ദേശവും താല്പര്യവുമാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. ഏത് പ്രവർത്തനമാവട്ടെ അത് അള്ളാഹുവിനായി ചെയ്യുന്നുവെങ്കിൽ ആ കർമ്മത്തിന് ആത്മാർത്ഥത എന്ന് പറയപ്പെടും. കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള മനഃശുദ്ധിയാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഉദ്ദേശത്തിൽ കലർപ്പുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ എന്ത് പ്രവൃത്തിയും ചെയ്യേണ്ടത്. ഒരു പ്രവർത്തനം നാം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയിലല്ലാതെ മറ്റു വല്ല താല്പര്യങ്ങളും ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ലക്ഷ്യം അത് നടക്കൂല. അത് റിയാ എന്നാണ് പറയപ്പെടുന്നത്. അതൊരു തരം കാപട്യമാണ്. പണ്ഡിതന്മാരല്ലാത്തവരെല്ലാം ഉദ്ദേശങ്ങളൊന്നും മനസ്സിൽ വെച്ച് നടക്കാറില്ല. അത് നിയ്യത്തായിട്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ് ചെയ്യാറ്. പ്രവർത്തനങ്ങൾ 3 തരംതിരിക്കാം. ഒന്ന്, പാപങ്ങൾ. കുറ്റകരമായ കാര്യങ്ങൾ നല്ല ഉദ്ദേശമുണ്ടെന്ന് കരുതി നന്നാവുന്നതോ പുണ്യമായി തീരുന്നതോ അല്ല. എന്നാൽ ചീത്ത ഉദ്ദേശത്തോടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ പാപത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. 2, അനുവദനീയം. അനുവദനീയമായ ഏതു പ്രവർത്തനം ചെയ്യുമ്പോഴും അതിനൊരു ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ടായിരിക്കും. ചില സന്ദർഭങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ പുണ്യാർഹമായ കാര്യമായി തീരുന്നതാണ്. 3, പുണ്യകർമ്മങ്ങൾ. ഇവയുടെ സ്വീകാര്യതയും പ്രതിഫലവും ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പ്രശസ്തിക്ക് വേണ്ടിയിട്ട് നാം ചെയ്യുന്നതെങ്കിൽ പാപവും ചെറിയ ശിർക്കുമായി മാറുന്നതാണ്. ചിലപ്പോൾ വൻ കുറ്റങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നതാണ്. അതിന് 3 കാരണങ്ങളുമുണ്ട്. അള്ളാഹുവിന് ചെയ്യേണ്ട ആരാധന ജനങ്ങളെ കാണിപ്പിക്കാനായി ചെയ്യുകയാണെങ്കിൽ അത് ഒരു തരത്തിൽ പരിഹാസമാണ്. ആരാധനകളുടെ കാര്യത്തിൽ അടിസ്ഥാനപരമായി ഇത്തരം വഞ്ചന കാണിക്കൽ ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. അതിനാൽ അത് അസ്വീകാര്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചിട്ട് ഒരു പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് അതിൽ പ്രകടന താൽപര്യത കടന്നു വരികയും ചെയ്യുക. ദാനധർമ്മം പോലുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ തുടക്കം പോലെ തന്നെ അതിൻ്റെ അവസാനവും പരിശുദ്ധമായി കൊള്ളണം എന്നില്ല. ഒരു പക്ഷേ തുടക്കം വളരെയധികം നിഷ്കളങ്കവും അവസാനം കളങ്കമുള്ളതുമായേക്കാം. എന്നാൽ അതിന് പ്രതിഫലം ലഭ്യമല്ല. നമസ്കാരം പോലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ താല്പര്യം ഒരു പ്രശസ്തിയോ ഉദ്ദേശിച്ചുകൊണ്ട് കൊള്ളണം എന്നില്ല. എന്നാൽ അതിനുശേഷം ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമെന്നും കണ്ടിട്ടുണ്ടാവുമെന്നുള്ള ആശ്വസിക്കുകയാണെങ്കിൽ അതിനും പ്രതിഫലത്തിന് അർഹതയില്ല. എന്നാൽ ഒരു കർമ്മം പൂർണ്ണമായും നിഷ്കളങ്കമായി നിർവഹിക്കുകയും അതിന് ശേഷം ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമെന്നും കണ്ടിട്ടുണ്ടാവുമെന്നും ആശങ്കയുണ്ടാവുകയാണെങ്കിൽ അത് പ്രതിഫലത്തെ ഒട്ടും തന്നെ കുറക്കുന്നതല്ല. ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളും നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മനസ്സിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഓരോ ലിമിറ്റ് ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രീതിയും ഭൗതിക ലക്ഷ്യവും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ പ്രവർത്തിക്കുക.
അവർ വിശ്വാസത്തിൻ്റെ പോരായ്മയും ആത്മാർത്ഥതയിൽ അപൂർണതയും ഉള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിൻ്റെ പ്രീതിയും ഒക്കെ ലഭിക്കുക. അവർക്ക് അവരുടെ ഉദ്ദേശങ്ങൾ നടക്കാനും അള്ളാഹു അവരെ സഹായിക്കും. നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതി എങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ന് 3ആയി തരംതിരിക്കാം. 1 താഴത്തെ തട്ടിലുള്ളവർ, 2 ഇടത്തട്ടുകാർ, 3 ഉന്നത പദവിയിലുള്ളവർ. താഴത്തെ തട്ടിലുള്ളവർ പ്രവർത്തിക്കുന്നത് പ്രതിഫലം ആഗ്രഹിച്ചും ശിക്ഷ ഭയപ്പെട്ടും കൊണ്ടുമായിരിക്കും. അവർ താഴത്തെ തട്ടിലാണ്. 2ാമത്തെ തട്ടിൽ ഇടത്തട്ടുകാർ. അവർ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുകയും അവന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ചെയ്യുന്നത്. 3ാമത്തേത് ഉന്നത പദവിയിലുള്ളവർ ആരൊക്കെയാണ്? അള്ളാഹുവിനോടുള്ള സ്നേഹത്താലും അവനോടുള്ള ഇഷ്ടത്തോടും മഹത്വവും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ഉന്നത പദവിയിലുള്ളവർ. ഇവരാണ് 3ാമത്തെ തട്ടിലുള്ളവർ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായി അള്ളാഹു പറയുന്നു: എൻ്റെ രക്ഷിതാവേ, നിൻ്റെ ഇഷ്ടം ലഭിക്കാനായി ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടു വന്നിരിക്കുന്നു. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് ധൃതിപ്പെട്ടു പോകാൻ കാരണം അള്ളാഹുവിനോടുള്ള തൃപ്തിയെന്നു മാത്രമായിരുന്നു. അല്ലാതെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുക എന്ന താല്പര്യം കൊണ്ട് മാത്രമായിരുന്നില്ല. അപ്രകാരം തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത് അവരുടെ അടുക്കുകളിൽ നിന്ന് വല്ല ശിക്ഷയും ഉണ്ടാവും എന്ന ഭയം കൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുമാണെങ്കിൽ ആദ്യം പറഞ്ഞ രൂപത്തിലായിരിക്കും. എന്നാൽ ഒരാൾ അവർ മക്കൾക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളും പ്രയാസവും മനസ്സിലാക്കിയാണ് പുണ്യം ചെയ്യുന്നതെങ്കിൽ 2ാമത്തെ വിഭാഗത്തിലുമാണ് ഉൾപ്പെടുക. അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്നും അവൻ്റെ നിർദ്ദേശങ്ങളോടുള്ള അവഗണന പാടില്ലെന്നും മനസ്സിലാക്കി മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുമ്പോൾ അവർ ഉന്നതമായ പദവി കൈവരിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം ചെയ്യണം. പാപം ചെയ്യുക എന്നത് മനുഷ്യൻ്റെ ഒരു സഹജമാണ്. എന്നാൽ നിരന്തരം പശ്ചാത്താപിക്കുക എന്നത് അവരുടെ ഒരു ബാധ്യതയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: സർവ്വ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്, എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമന്മാർ പശ്ചാത്താപിക്കുന്നവരാണ് എന്ന്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അള്ളാഹു തെറ്റു ചെയ്യുന്ന മറ്റൊരു ജനതയെ കൊണ്ടുവരികയും അവർ അള്ളാഹുവിനോട് മാപ്പിരക്കുകയും അവൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. പശ്ചാത്താപിക്കാതിരിക്കലും പാപങ്ങളിൽ ശഠിച്ചു നിൽക്കലും കുറ്റമാണ്. പിശാച് മനുഷ്യരെ പല രൂപത്തിലുള്ള ബന്ധനങ്ങളിൽ അകപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു ശ്രമത്തിൽ അവൻ വിജയിക്കാതിരുന്നാൽ മറ്റൊരു തരത്തിൽ മനുഷ്യരെ പരാജയപ്പെടുത്താൻ അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ, അവന് തൃപ്തിയുള്ളതാണോ എന്ന് മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അള്ളാഹുവിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെ പ്രതിഫലം എന്നെല്ലാം ഉള്ള അറിവുകൾ നമ്മൾ ജീവിതത്തിൽ പഠിച്ചിരിക്കണം. ഓരോ കാര്യങ്ങളും അള്ളാഹുവിന് തൃപ്തിയോടും ഇഷ്ടത്തോടും കൂടി ചെയ്യാൻ നമ്മളെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓരോ അറിവും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് നമുക്ക് ഗുണമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.